ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം നെർവസും വളരെ വീക്കായിട്ടുള്ള ഒരു സെന്റിമെന്റ്സിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നാളെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന കേന്ദ്ര ബഡ്ജറ്റ് അതിനെ ഇൻവെസ്റ്റേഴ്സ് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആക്ടിവിറ്റി വളരെയധികം ഡൗൺ ആയിരുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ പല ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളും ടെമ്പററി ഡിസ്കൗണ്ടിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിസ്കൗണ്ടിലേക്ക് പോകാനുള്ള പല കാരണങ്ങളുണ്ടാവാം. സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവാം, മൊത്തത്തിലുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആവാം, പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ വലിയൊരു ബുൾ റണ്ണ് നടന്നിട്ടുള്ള ഒരു പീക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ 1 ഇയർ ഫോർവേഡ് PE ഇപ്പോൾ 20.5 എന്നുള്ള ഒരു മൾട്ടിപ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ലോങ് ടേം PE ആവറേജിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഹൈ വാല്യുവേഷനിൽ പോയ നമ്മുടെ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കറക്ഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ചില സെക്ടർ റൊട്ടേഷൻസും നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും. ടെക് സ്റ്റോക്കുകളിൽ നിന്നും IT സ്റ്റോക്കുകളിൽ നിന്നുമൊക്കെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ട് ഗ്രോത്ത് സെക്ടേഴ്സിലേക്കും അതുപോലെ ബാങ്കിങ് സെക്ടേഴ്സിലേക്കുമൊക്കെ മാറ്റിയതായിട്ട് കാണാം. അതുപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെ തിരഞ്ഞുപിടിച്ചിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ Q3 ഏർണിങ്സിൻ്റെ ഒരു റിപ്പോർട്ട് സീസൺ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പല സ്റ്റോക്കുകളും മോശമല്ലാത്ത റിസൾട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അവയുടെ ഒരു PE, അതിൻ്റെ ഇൻഡസ്ട്രി PEയും അതിൻ്റെ മീഡിയം PEയും ഒക്കെ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വാല്യുവേഷൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലെ പല സ്റ്റോക്കുകളും കാണാം. അപ്പോൾ അത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ Q3 ഏർണിങ്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അല്ലാത്ത ധാരാളം സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലോ PEയിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകൾ ഒരു ലോങ് ടേം വ്യൂവിൽ മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്നിക്കൽ വ്യൂ ഇപ്പോഴത്തെ ബൈയിങ് റേഞ്ച് ഇതിലൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് വാരി എനർജിയാണ്. ഇന്ത്യയിലെ സോളാർ PV മൊഡ്യൂൾ അതുപോലെ അതിൻ്റെ സെൽസിൻ്റെ ലാർജസ്റ്റ് മാനുഫാക്ചറേഴ്സ് ആണ് വാരി എനർജി. ഇപ്പോൾ സോളാർ പാനലിൻ്റെ പ്രൊഡക്ഷനും എക്സ്പോർട്ടുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 80,000 കോടി എന്ന ലെവലിലാണ് നമ്മൾ കാണാൻ കഴിയുക. ഇപ്പോൾ 34 എന്നുള്ള ROCയും 27 എന്നുള്ള ROEയും ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വളരെ സ്ട്രോങ് ആണ്. അതുപോലെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.26 എന്നുള്ള ഒരു നോർമൽ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തത് 3865 എന്ന പ്രൈസായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 27% അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 2788 എന്ന പ്രൈസ് റേഞ്ചിലാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്ന ഇതിൻ്റെ Q3 റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 119% സെയിൽസ് റവന്യൂ ഗ്രോത്തും അതേപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 158% ഗ്രോത്തും പ്രകടമാക്കിയ ഒരു സ്റ്റോക്കാണ് വാരി എനർജി. കൂടാതെ ഇതിൻ്റെ PE ഇപ്പോൾ നമ്മൾ കാണുന്നത് 23 എന്നുള്ള PE ആണ്. ഇൻഡസ്ട്രി PE 24.3 ആണ്. 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE 42 ആണ്. അതിന് താഴെ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് KPI ഗ്രീൻ എനർജിയാണ്. ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഈ റിന്യൂവബിൾ എനർജി കമ്പനി ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ലേബലിലാണ് ഇവരുടെ ബിസിനസ്. സോളാർ, ഹൈബ്രിഡ് പവർ അതിൻ്റെയൊക്കെ ഒരു EPC പ്രൊവൈഡറാണ് ഇവർ. സോളാറിസം എന്നൊരു ബ്രാൻഡ് ഇവരുടെ കീഴിലുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമ്മൾ കാണുന്നത് 7810 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുള്ള കമ്പനിയാണ്. ROCE 17ഉം ROE 19ഉമുള്ള ഇതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെയാണ് കാണാം. 563 എന്നുള്ള ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 29% കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ സ്റ്റോക്ക് 396 എന്ന പ്രൈസിലാണ് കാണുന്നത്. ഇപ്പോൾ അടുത്ത് വന്ന ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 44% ഗ്രോത്തും ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 37% ഗ്രോത്തും ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ആണെങ്കിൽ അതിൻ്റെ ഇൻഡസ്ട്രി PE ആയിട്ടുള്ള 26നും 5 ഇയേഴ്സ് മീഡിയം PE ആയിട്ടുള്ള 26നും താഴെയാണ് സ്റ്റോക്കിൻ്റെ PE. അതിപ്പോൾ 18 എന്ന ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലാണ് കാണുന്നത്. മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് പവർ ഫർണസ് റെക്ടിഫയർ ട്രാൻസ്ഫോമറുകൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് ടാരിൽ എന്ന് പറയുന്ന ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 7088 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റിലെ കമ്പനിയാണ്. ROCE 28ഉം ROE 23ഉം കാണിക്കുന്ന ഹൈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കാണിക്കുന്ന ഈ സ്റ്റോക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.27 മാത്രമാണ്. 595 എന്ന പ്രൈസിൽ ഹൈയിലേക്ക് പോയ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ ഏകദേശം 60% കറക്ഷനാണ് നടന്നത്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 236 എന്ന ലെവലിലാണ്. അപ്പോൾ ഈ അടുത്ത് വന്ന റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൻ്റെ ഗ്രോത്ത് 31%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 34%. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ
26 എന്ന ലെവലിലാണ്. അത് ഇതിൻ്റെ ഇൻഡസ്ട്രി പി ആയ 40-നും 5 ഇയേഴ്സിൻ്റെ മീഡിയം പി ആയ 55-നും എത്രയോ താഴെയാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ് ആണ്. റീസെൻ്റ്ലി ലിസ്റ്റ് ചെയ്ത 2025 ഒക്ടോബർ ലിസ്റ്റ് ചെയ്ത ഈ ഒരു കമ്പനി ഹൈ കപ്പാസിറ്റി സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഫോമേഴ്സ് നിർമ്മിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസ്. 5814 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിൽ ഈ ഒരു കമ്പനിയുടെ ROCE 50-ഉം ROE 40-ഉം എന്നുള്ള ഹൈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കാണിക്കുന്ന സ്റ്റോക്കാണ്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.46 മാത്രമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൽ 1098 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 31% കറക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 756 എന്ന പ്രൈസിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. അടുത്ത് വന്ന Q3 റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഇവരുടെ ഗ്രോത്ത് 79%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 175%ൻ്റെയും ഗ്രോത്താണ് നമ്മൾ കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പി ആയ 37, അതിൻ്റെ ഇൻഡസ്ട്രി പി ആയ 40-നും അതേപോലെ 5 ഇയേഴ്സിൻ്റെ മീഡിയം പി ആയ 55-നും താഴെയാണെന്ന് നമുക്ക് കാണാം. മറ്റൊരു സ്റ്റോക്ക് സ്ട്രിംഗ് മെറ്റവേഴ്സ് എന്നൊരു സ്റ്റോക്കാണ്. ഡിജിറ്റൽ ഗെയിമിംഗ് മേഖലയിലും Web3 ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഈ സ്റ്റോക്ക് ബ്ലോക്ക് ചെയിൻ വാലിഡേഷൻ, AI പവേർഡ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, ടോക്കണൈസേഷൻ ആസ് എ സർവീസ് പോലെയുള്ള സോഫ്റ്റ്വെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. 2000 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ചെറിയൊരു കമ്പനിയാണിത്. ROCE 26%, ROE 25%മാണ് ഇതിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സീറോ ഡെറ്റ് കമ്പനിയായ ഇതിൻ്റെ ഹൈ പ്രൈസ് പോയത് 324 അവിടെ നിന്ന് ഇപ്പോൾ 46% വമ്പിച്ച കറക്ഷൻ ഈ സ്റ്റോക്കിലുണ്ടായി. ഇപ്പോൾ അത് 173 എന്ന പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒടുവിൽ വന്ന റിസൾട്ടിൽ നമ്മൾ കാണുന്നത് ഇയർ ഓൺ ഇയർ സെയിൽസ് റവന്യൂവിൽ 141% വർധനവും, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 172% വമ്പിച്ച വർധനവുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ 5 ഇയേഴ്സ് PE 62 അവിടെ നിന്ന് വലിയ തോതിൽ താഴോട്ടേക്ക് വന്ന് ഇപ്പോൾ 25 PE-യിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി PE 26 ആണ്, അതിൽ താഴെയാണ് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE നമുക്ക് കാണാൻ കഴിയുക. അടുത്ത ഒരു സ്റ്റോക്ക് ഹോക്കിൻസ് കുക്കേഴ്സ് ലിമിറ്റഡ് ആണ്. കിച്ചൺ വെയർ മേഖലയിലുള്ള അതിൻ്റെ മാനുഫാക്ചറിങ്ങും ട്രേഡിങ്ങും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സാണ് ഹോക്കിൻസ് കുക്കേഴ്സിൻ്റേത്. 3979 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ ROCE 40-ഉം ROE 32%. 0.16 മാത്രം ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കാണിക്കുന്ന ഈ സ്റ്റോക്കിൻ്റെ ഹൈ പ്രൈസ് 9900 വരെ പോയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 24% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് പ്രൈസ് 7521. ഒടുവിൽ വന്ന റിസൾട്ടിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഗ്രോത്ത് 16%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 58%. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 31 എന്ന ലെവലാണ്. അത് അതിൻ്റെ ഇൻഡസ്ട്രി PE ആയ 36-നും 5 ഇയേഴ്സിൻ്റെ മീഡിയം PE ആയിട്ടുള്ള 36-നും താഴെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫൈനലായിട്ട് ഉള്ള സ്റ്റോക്ക് ഡൈനാമിക് കേബിൾസ് ആണ്. പവർ ഇൻഫ്രാ കേബിൾസ്, അതുപോലെ പവർ കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ കേബിൾസ്, ഫ്ലെക്സിബിൾ ഇൻഡസ്ട്രിയൽ കേബിൾസ്, സോളാർ കേബിൾസ്, റെയിൽവേ സിഗ്നലിംഗ് കേബിൾസ് ഒക്കെ നിർമ്മിക്കുന്ന ഈ ഒരു കേബിൾ കമ്പനി, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1419 കോടിയുള്ള ഒരു ചെറിയ കമ്പനിയാണ്. ROCE 26-ഉം ROE 22-ഉം ഈ സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിട്ട് കാണാം. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.19 മാത്രമാണ്. 527 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത ഈ സ്റ്റോക്കിൽ വലിയൊരു കറക്ഷൻ നേരിട്ടിട്ട് 44% താഴോട്ടേക്ക് വന്ന് 293 എന്ന പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുള്ളത്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% ഗ്രോത്താണ് കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ 41% ഗ്രോത്തും ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 16 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PE 18-ഉം 5 ഇയേഴ്സിൻ്റെ മീഡിയം PE 24-മാണ്. അതിൽ താഴെ ഫെയർലി വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തണം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.